നമ്മുടെ ചാനലിലെ നിങ്ങളെ ഏറ്റവും കൊതിപ്പിച്ചിട്ടുള്ളൊരു വീഡിയോ ഉണ്ട്. ചുമന്ന ചെമ്പരത്തി നമ്മുടെ ചക്ക ഞാൻ മുറിച്ച് തേനിലിട്ട് സൂക്ഷിക്കുന്നൊരു വീഡിയോ, പഴയ വീഡിയോ ആണ്. അതേ ചുമന്ന ചക്ക കൊണ്ട് പനം കൽക്കണ്ട ഉപയോഗിച്ച് ചുമന്ന ചക്കയും കൊണ്ടുള്ളൊരു കിടലൻ ജാമും അതേ ചക്ക ജാം കൊണ്ട് റവ കൊണ്ടുള്ള ഒരു കേസരി. എങ്ങനെയാ, പൊളിക്കില്ലേ? അതേ ഞാനിവിടെ നിങ്ങളെ കാണിച്ച് കൊതിപ്പിക്കുന്ന ഏതാണെന്നറിയോ? ചുവന്ന ചക്കപ്പഴമാണ് കേട്ടോ. ഇനിയിപ്പോൾ ഇത് തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. ഏത് തരം അത്യാവശ്യം നല്ല മധുരമുള്ള ചക്കപ്പഴം കൊണ്ട് നിങ്ങൾക്ക് ഈ 2 നാടൻ വിഭവവും ഉണ്ടാക്കാൻ പറ്റും. ഏകദേശം 10-20 ചക്കച്ചുളകളാണ് ഞാൻ ഇതിനു വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത്. നമ്മൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്നത് പനം കൽക്കണ്ടമാണ്. സാധാരണ കൽക്കണ്ടമല്ല, പനം കൽക്കണ്ടമാണ്. ഇനിയിപ്പോൾ അത് കിട്ടിയില്ലെങ്കിൽ നിങ്ങൾക്ക് സാധാരണ കൽക്കണ്ടം കൊണ്ട് ഉണ്ടാക്കാം. ഒത്തിരി മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ ഈ പനം കൽക്കണ്ടത്തിന്. അത്യാവശ്യം കല്ലും കട്ടയൊക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവും. അതൊക്കെ പിറക്കി കളഞ്ഞ് നന്നായി ഒന്ന് കഴുകിയിട്ട് നമുക്ക് എടുക്കണം. ഇനി ഉരുളി വെച്ച പനം കൽക്കണ്ടം ഇട്ട് അല്പം മാത്രം വെള്ളം ഒഴിച്ച് ഉരുക്കി അരിച്ച് നമുക്ക് എടുക്കാം. ഇനി മറ്റൊരു ഉരുളിയിലേക്ക് ചക്കപ്പഴം ഇട്ട് ഉരുക്കിയ കൽക്കണ്ടത്തിന്റെ പാനി ഉണ്ടല്ലോ അതൊഴിക്കണം. അല്പം വെള്ളം ഒഴിച്ച് നമുക്ക് തിളപ്പിച്ചിട്ട് കുറുക്കിയെടുക്കണം. എനിക്കിവിടെ സത്യത്തിലൊരു അബദ്ധം പറ്റിയിട്ടോ. ഈ ചക്കപ്പഴം നമ്മൾ മിക്സിയിൽ അരച്ച് എടുത്തിട്ട് ഈ ഒരു പ്രോസസ്സ് ചെയ്യായിരുന്നെങ്കിൽ നല്ല സമയം ലാഭം കിട്ടുമായിരുന്നു. നിങ്ങൾ എന്താണെങ്കിലും മിക്സിയിൽ ചക്കപ്പഴം അരച്ചതിന് ശേഷം ഇതുപോലെ വരട്ടിയാൽ മതി കേട്ടോ. ഇത് നോക്കിപ്പോൾ വെന്ത് ഉടഞ്ഞ് ഈ പരുവമായി, എൻ്റെ ഊപ്പാട് തീർന്നു എന്ന് പറഞ്ഞാൽ മതിയിട്ട് ഇളക്കി. ഇനി നമുക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ച് ഇളക്കി സെറ്റാക്കി എടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ കിടിലൻ ചക്കപ്പഴത്തിന്റെ ജാം റെഡി ആയിട്ടുണ്ട്. നാരുകൾ അല്പം പോലും നഷ്ടപ്പെടാതെ അടിപൊളി രുചിയിൽ ഏറ്റവും പ്രകൃതിദത്തമായിട്ടുള്ള ജാമാണിത്. ഇനി ഈ ചക്കപ്പഴത്തിന്റെ ജാം കൊണ്ട് തന്നെ നമ്മളൊരു കിടിലൻ കേസരി ഉണ്ടാക്കാൻ പോവുകയാണ്. ഉരുളി വെച്ച് ആവശ്യത്തിന് നെയ്യ് ഒഴിച്ച് നട്ട്സ് വറുത്തെടുക്കാം. ഞാനിവിടെ കശുവണ്ടിയും ബദാമുമാണ് എടുത്തത്. നിങ്ങൾ നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് വീട്ടിൽ എന്നാണോ കിട്ടുന്നത് അത് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ. ചെറിയ കളർ മാറുന്നവരെ വറുത്തെടുത്ത് നമ്മളിത് കോരി വെക്കാം. ഇനി ഇത് ഉരുളിയിലേക്ക് 2 ഗ്ലാസ് വറുത്ത റവ ഇട്ട് ഒന്നും കൂടെ വഴറ്റിയെടുക്കാം. ഈ കുപ്പിയിലുള്ളത് എന്താണെന്നറിയോ? ഒത്തിരി ഗുണമുള്ള ധാന്യങ്ങൾ പൊടിച്ച് സൂക്ഷിച്ചതാണ്. സൂര്യകാന്തിയുടെ വിത്ത്, മത്തന്റെ വിത്ത് തുടങ്ങിയൊക്കെ കൂടെ നമ്മളൊന്ന് വറുത്ത് പൊടിച്ച് വെച്ചേക്കുന്നതാണ് കേട്ടോ. ഇത് അത്യാവശ്യം പിള്ളേര് തിരിച്ചറിയാതെ നമ്മൾ ഇതിലൊക്കെ ചേർക്കാറുണ്ട്. അതിന്റെ ഗുണം അവർക്ക് കിട്ടുകയും ചെയ്യും. ചേർത്തു എന്ന് അവർ അറിയത്തുമില്ല. എങ്ങനെയുണ്ട് ഐഡിയ? ഇത് ഏകദേശം ഒരു 1/4 കപ്പ് ഞാൻ ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് എല്ലാം കൂടെ യോജിപ്പിച്ച് 3 ഗ്ലാസ് വെള്ളവും 1 ഗ്ലാസ് പാലും ചേർക്കാം. വേണമെങ്കിൽ നിങ്ങൾക്ക് 2 ഗ്ലാസ് വെള്ളവും 2 ഗ്ലാസ് പാലും ചേർക്കാം കേട്ടോ. അപ്പോൾ ഒന്നും കൂടി രുചി കൂടുക. ഇനി 1 നുള്ളു ഉപ്പും കൂടി ഇടുക. ഇനി മധുരത്തിന് ആവശ്യമായിട്ട് അത്രയും നമ്മൾ ചക്കപ്പഴത്തിന്റെ ജാം ചേർക്കാം. നിങ്ങളുടെ മധുരത്തിന്റെ അളവനുസരിച്ച് നിങ്ങൾക്ക് കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം കേട്ടോ. ഇനി അല്പം കൂടെ ഞാൻ നെയ്യ് ചേർത്തിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ കൂടെ വറുത്ത് മാറ്റി വെച്ച നമ്മുടെ നട്ട്സിന്റെ ഒരു 1/4 ഭാഗവും ചേർക്കാം. എന്നിട്ട് നമുക്ക് ഇറക്കി മാറ്റി വെക്കാം. നമ്മുടെ കിടിലൻ ചക്കപ്പഴം റവ കേസരി റെഡി ആയിട്ടുണ്ട്. ഇനിയേ ഒരു ബൗളിൽ അല്പം നെയ്യ് തടവി കുറച്ച് നട്ട്സ് താഴെ ഇട്ട് മുകളിൽ കേസരി വെച്ച് അമക്കി ഒരു പാത്രത്തിലേക്ക് കൊട്ടാം. നോക്കടോ, വാരി തിന്നാൻ തോന്നുന്നില്ലേ? ദാ നമ്മുടെ കിടിലൻ നല്ല ചുമന്ന ചക്കയുടെ ജാം റെഡിയാണ് കേട്ടോ. ഇതിലൊരു പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഹെൽത്തിയാണ്. ഒന്ന് ചക്കപ്പഴം, പിന്നെ നമ്മൾ ഉപയോഗിച്ചിരിക്കുന്നത് എന്താണെന്ന് അറിയാലോ? പനം കൽക്കണ്ടമാണ്. കഫത്തിനൊക്കെ ഭയങ്കര നല്ലതാണ്. ഒരുപാട് മെഡിസിനൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇനി പനം കൽക്കണ്ടം ഇല്ലെങ്കിൽ സാധാരണ കൽക്കണ്ടം ആണെങ്കിലും ശരി, ഷുഗർ ആണെങ്കിലും ശരി, പക്ഷേ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള വേഷൻ ഇത് തന്നെയാണ്. ഒരുപാട് ജാം നമ്മൾ ചെയ്തിട്ടുണ്ട്, ചാനലിൽ നമ്മൾ ഇട്ടിട്ടുമുണ്ട്. പക്ഷെ ചക്ക കൊണ്ടിട്ടുള്ള ജാം ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത്. ഒന്ന് ടേസ്റ്റ് ആകട്ടെ കേട്ടോ. ഇതുവരെ ഞാൻ തൊട്ട് നോക്കിയിട്ടില്ലേ. ഒന്നാമതേ ചക്കപ്പഴത്തിന് അപാര രുചിയും അപാര മധുരമാണ്. കുറച്ചും കൂടെ ഒരു തിക്കാണ്, കുറച്ചും കൂടെ ഒരു എന്താ പറയുക, ഒട്ടുന്നൊരു ഫീലുണ്ട്. ഇത് എത്ര ദിവസം പുറത്ത് വെക്കാമെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല. ഞാൻ ആദ്യമായിട്ടാണ്. എന്തായാലും 2-3 ദിവസം ഞാൻ പുറത്ത് വെച്ചിട്ട് ഞാൻ പിന്നെ ഫ്രിഡ്ജിലേക്ക് പോകും. അപ്പോൾ ജാം നിങ്ങൾ കണ്ടു. ഇതേ ജാം ഉപയോഗിച്ചിട്ട് നമ്മൾ എന്തുണ്ടാക്കി? കേസരി ഉണ്ടാക്കി. സാധാരണ കേസരിയുടെ അത്ര മധുരമൊന്നുമില്ല കേട്ടോ. വളരെ ഒതുങ്ങിയ ഒരു മധുരമാണ്. നമ്മൾ ഷുഗർ വേറെ ഇട്ടിട്ടില്ല. അടിപൊളി. എനിക്ക് കേസരി ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ചാനലിൽ ഒരു 3-4 കളറിൻ്റെ കേസരി നമ്മൾ ചാനൽ തുടങ്ങിയ കാലത്ത് ഇട്ടിട്ടുണ്ട്. അതിനേക്കാൾ എനിക്കിഷ്ടം നമ്മൾ തമിഴ്നാട്ടിലൊക്കെ പോകുമ്പോൾ ശരവണഭവനും A2B എന്നൊക്കെ കഴിക്കുന്നതാണ്. സത്യത്തിൽ ഇന്നിത് തിന്നപ്പോൾ ചക്കയോടുള്ള ഇഷ്ടം കൊണ്ടോ മാത്രമല്ല, രുചി കൊണ്ടും അതിനേക്കാൾ എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അടിപൊളി സാധനമായിട്ടുണ്ട്. ഒരു രക്ഷയില്ല. മധുരം ഒട്ടുമില്ല, കുറവാന്ന് തന്നെ പറയാം. പക്ഷേ നമ്മുടെ മനസ്സും വയറും എന്താ പറയുക, ഓരോ രുചി മുകുളങ്ങളിലേക്കും ഈ മധുരം നിറയുന്നുണ്ട്. കാരണം ഇത് ചക്കയുടെ മധുരമാണ്. അതുകൊണ്ട് ഒരു രക്ഷയില്ല കേട്ടോ. 2 റെസിപ്പിയും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ അതുപോലെ ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോയ്ക്കായിട്ട് കാത്തിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടെ നിങ്ങളുടെ സ്വന്തം അന്നമ്മ.